ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാരീസിലെ സമയം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നതുകൊണ്ടൊരു ഷോൺസ് എലീസ എന്ന് പറഞ്ഞ ആർക്ക് ദ ട്രയംഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം 2 നൈറ്റിലേക്ക് നമുക്ക് 350 യൂറോ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കൂടുതലാണ്, പക്ഷേ നമ്മുടെ വ്യൂവിനും അതിനും അത്യാവശ്യം പുറത്താണ്. പക്ഷെ അപ്പാർട്ട്മെൻറ്റ് നല്ല ചെറുതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഇത് ജസ്റ്റ് ഒരു നമുക്കെന്താ പറയുക, കുളിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ബാത്റൂം സെപ്പറേറ്റ് ആണ്. പിന്നെ ഇതൊരു കൊച്ചു കിച്ചണാണ്. ഇവിടെ നമ്മുടെ കുറെ സാധനങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നമ്മള് പാക്കിംഗ് ഇതിലാണ്. അതെ, തിരക്കിലാണ്. പിന്നെ ഇതാണൊരു ബെഡ്റൂം. ബെഡ്റൂം നല്ല കംഫിയാണ്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക്. അപ്പം ഇവിടെ കുറച്ച് എന്താ പറയുക, ഈ വ്യൂവിന് കിട്ടാനും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്തത്. അത്യാവശ്യം കിടിലം വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് ഈ ഐഫിൽ ടവറിൻ്റെ വ്യൂവും കിട്ടും. പിന്നെ ഇവരുടെ ഐക്കോണിക് സ്ട്രീറ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല സ്റ്റേ ആണ്. പിന്നെ ഓണറാണെങ്കിലും വലിയ എന്താ പറയുക, നമ്മളെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല. ജസ്റ്റ് വരിക, കീ തരിക, പോവുക. നല്ല ഇതായിരുന്നു. ആളും നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പം ഇവിടെ നെറ്റ് ഇല്ല, വൈഫൈ ഇല്ല. അപ്പം നമ്മൾ മുന്നേ താമസിച്ചാലൊക്കെ അവിടെ വൈഫൈയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആളാണ് ഹെൽപ്പ് ചെയ്ത് ഇവിടെ സിം എടുക്കാം. ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പം ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ സിം ഉണ്ട്. അതൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്, 65 അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് പറഞ്ഞിരുന്നത്. നമ്മൾ വെറും 15 യൂറോക്ക് മാത്രമാണ് എല്ലാ യൂറോപ്പും യൂസ് ചെയ്യാൻ പറ്റിയൊരു സിമ്മാണ് നമ്മൾ. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ സെറ്റ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. അബദ്ധങ്ങൾ അതെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം.